രമേശ് ചെന്നിത്തല കേരളത്തിന്റെ അടുത്ത മുഖ്യമന്ത്രി ആകട്ടെ എന്ന സ്വാഗത പ്രാസംഗികന്റെ ആശംസയ്ക്ക് മുഖ്യമന്ത്രി പിണറായി വിജയൻ തമാശ കലർന്ന ഭാഷയിൽ നൽകിയ ഒരു മറുപടി, ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് താങ്കൾ പൊട്ടിച്ചത് എന്നായിരുന്നു. രമേശ് ചെന്നിത്തലടക്കം പൊട്ടിച്ചിരിയോടെയാണ് മുഖ്യമന്ത്രി ആ പരാമർശം ആസ്വദിച്ചത്. വ്യവസായി രവി പിള്ളയും നടൻ മോഹൻലാലും ഉൾപ്പെടെയുള്ളവരും കൈയടിച്ചു. വി ഡി സതീശൻ സാർ പോയോ എന്ന് ചോദിച്ച സ്വാഗത പ്രാസംഗികൻ ഇത് രാഷ്ട്രീയ ചർച്ചകൾക്കുള്ള വേദിയല്ലെന്ന് പിന്നീട് സ്വയം തിരുത്തുകയും ചെയ്തു. എന്നാൽ മുഖ്യമന്ത്രിയുടെ സ്ഥാനത്തുള്ള തമാശ അവിടെ ഇതൊക്കെ കേട്ടിരുന്ന പ്രതിപക്ഷ നേതാവ് വി ഡി സതീശന് മാത്രം ഇഷ്ടപ്പെട്ടില്ല. താനടക്കമുള്ള കോൺഗ്രസിലെ ആരും മുഖ്യമന്ത്രി സ്ഥാനാർത്ഥി അല്ലെന്നും അത് പാർട്ടി ഹൈക്കമാൻഡാണ് തീരുമാനിക്കേണ്ടത് എന്നുമായിരുന്നു എവിടത്തെയും പോലെ ഇവിടത്തെയും സതീശൻ്റെ മറുപടി വേദിയിൽ. പിന്നെ പറഞ്ഞു, കോൺഗ്രസിലെ കാര്യങ്ങൾക്ക് മുഖ്യമന്ത്രി തമാശ പറയണ്ട. വി എസും പിണറായിയും തമ്മിൽ പണ്ട് സംഭവിച്ചത് എല്ലാവർക്കും അറിയാമല്ലോ. ആ തമാശകൾ തന്നെ കൊണ്ട് പറയിപ്പിക്കരുതെന്നും വി ഡി സതീശൻ വടി കൊടുത്ത് അടി വാങ്ങിച്ചുകൊണ്ട് പറയുന്നുണ്ട്. ബഹ്റൈൻ സർക്കാരിൻ്റെ പരമോന്നത ബഹുമതി നേടിയ വ്യവസായി രവി പിള്ളയെ അനുമോദിക്കാൻ നോർക്ക സംഘടിപ്പിച്ച ചടങ്ങിലായിരുന്നു ഈ സംഭവം. കേരള രാഷ്ട്രീയത്തിലെ ഒരിക്കലും അവഗണിക്കാനാകാത്ത ശക്തിയാണ് രമേശ് ചെന്നിത്തലയെന്നും അടുത്ത മുഖ്യമന്ത്രി ചെന്നിത്തല വരട്ടെ എന്നുമായിരുന്നു സ്വാഗത പ്രാസംഗികൻ ആശംസിച്ചത്. ഇതിനുശേഷമായിരുന്നു മുഖ്യമന്ത്രിയുടെ ഉദ്ഘാടന പ്രസംഗം. ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന ബോംബാണ് പ്രാസംഗികൻ അടുത്ത മുഖ്യമന്ത്രിയെ ചെന്നിത്തല വരട്ടെ എന്ന രീതിയിൽ പൊട്ടിച്ചതെന്നായിരുന്നു മുഖ്യമന്ത്രിയുടെ ട്രോൾ. കോൺഗ്രസിനുള്ളിൽ പോലും പലരും അടക്കം പറയുന്നൊരു കാര്യമാണ് ശരിക്കും സ്വാഗത പ്രസംഗകൻ കഴിഞ്ഞ ദിവസം ആ ചടങ്ങിൽ എടുത്തിട്ടത്. അതും ചെന്നിത്തലയും രമേശ് ചെന്നിത്തലയും ഒരുമിച്ചിരിക്കുന്ന വേദിയിൽ. എന്നാൽ പിന്നെ അതിനെ പരമാവധി വിനിയോഗിച്ച് തന്നെ കാര്യമെന്ന് മുഖ്യമന്ത്രി അങ്ങ് തീരുമാനിച്ചു. അതോടെയാണ് നമ്മുടെ സ്വാഗത പ്രസംഗിനെ കുറിച്ചൊരു കാര്യം പറഞ്ഞില്ലെങ്കിൽ മോശമായി പോകുമെന്ന് പറഞ്ഞ് മുഖ്യമന്ത്രി തുടങ്ങിയത്. അദ്ദേഹം രാഷ്ട്രീയമൊന്നും പറയില്ലെന്ന് പറഞ്ഞു. ഒരു പാർട്ടിക്കകത്ത് വലിയ പ്രശ്നങ്ങളുണ്ടാകുന്ന ബോംബാണ് അദ്ദേഹം പൊട്ടിച്ചത്. കൊടും ചതിയായിപ്പോയി. അങ്ങനെ ചെയ്യാൻ പാടില്ലായിരുന്നു എന്നാണ് എനിക്ക് അദ്ദേഹത്തോട് സ്നേഹപൂർവ്വം പറയാനുള്ളതെന്നാണ് സ്വാഗത പ്രാസംഗികൻ ജി രാജ്മോഹനോട് മുഖ്യമന്ത്രി പറഞ്ഞത്. പക്ഷേ കോൺഗ്രസിനുള്ളിൽ പലരും അറിഞ്ഞു തുടങ്ങിയ ഒരു കാര്യം, എന്ത് ധൈര്യത്തിലാണ് CPM നേതാവായ മുഖ്യമന്ത്രി പിണറായി വിജയൻ എടുത്തിട്ടത് ഇവിടെ എന്നായിരുന്നു രമേശ് ചെന്നിത്തല അല്ല സതീശൻ്റെ ആകുലത. അതാണ് സതീശൻ പിന്നീട് പ്രതികരിച്ചത്, മുഖ്യമന്ത്രി ആരാകും തീരുമാനിക്കേണ്ടത് ഹൈക്കമാൻഡാണ്, തങ്ങളല്ല, പിണറായിയുമല്ലെന്ന്. എന്തായാലും തക്കത്തിന് തന്നെ മുഖ്യമന്ത്രി കൊട്ടിയ ആ കൊട്ടിൽ വീണുപോയത് പാവം വി ഡി സതീശനാണ്. ഇതെല്ലാം കണ്ടുകൊണ്ട് രമേശ് ചെന്നിത്തല എന്ന ആ മുതിർന്ന കോൺഗ്രസ് നേതാവ് ചിരി മായാതെ തന്നെ അവിടെ ഇരിപ്പുണ്ടായിരുന്നു. നിങ്ങൾക്കും ആനന്ദ മീഡിയയുടെ പ്രേക്ഷകരിൽ ഒരാളാകണ്ടേ? യൂറോപ്പിലും US-ലും ആഫ്രിക്കയിലും അടക്കം പ്രവാസികൾ ഉള്ളയിടങ്ങളിലൊക്കെ ജനപ്രിയ ചാനലുമായി ആനന്ദ് മീഡിയ ഒപ്പമുണ്ട്. ഏഷ്യാനെറ്റ് ഫ്ലവേഴ്സ് അടക്കം നിങ്ങളുടെ വിരൽത്തുമ്പിലെത്തും. ആദ്യം റോക്കു ബോക്സ് സ്വന്തമാക്കുക. അതിൽ നിന്നും ആനന്ദ് മീഡിയ ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യുക, ഇൻസ്റ്റാൾ ചെയ്യുക. എന്നിട്ട് 02085866511 എന്ന നമ്പറിൽ ഞങ്ങളുടെ കസ്റ്റമർ കെയറിൽ ബന്ധപ്പെടുക. അല്ലെങ്കിൽ +91 735 660 3747 എന്ന നമ്പറിൽ വാട്സപ്പ് ചെയ്യുക. ആനന്ദ് മീഡിയയുടെ സേവനങ്ങൾ സ്വന്തമാക്കുക. മറ്റു ചാനലുകൾക്കൊപ്പം ആനന്ദ് TVയും എൻജോയ് ചെയ്യുക.